വളരെ ഭീതിപ്പെടുത്തുന്ന ചില റിപ്പോർട്ടുകളും ഫയൽസൊക്കെ പുറത്തു വന്നപ്പോൾ നിങ്ങളും ഡിസ്റ്റർബ് ആവുന്നുണ്ടോ? എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോകമുണ്ടോ ഈ ഭൂമിയിൽ എന്ന് തന്നെ ഓർത്തു പോകും. കേട്ടതൊക്കെ സത്യം തന്നെയാണോ എന്നറിയാനായിട്ട് ആധികാരികമായിട്ടുള്ള ന്യൂസ് ചാനലുകളും യൂട്യൂബും എല്ലാം സെർച്ച് ചെയ്ത് പല ഇൻഫർമേഷൻസും കണ്ടപ്പോൾ മനസ്സാകെ തളർന്നുപോയി. അതറിഞ്ഞ ഉടനെ ചുറ്റുമുള്ള എല്ലാവരോടും ഭയം തോന്നി. ഈ ഫോണും സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഒക്കെ വന്നതോടുകൂടി അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ആ ചതിയിലൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സ് നിറയെ. കൊച്ചുമക്കളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നി. AI കടന്നു വന്നതോടുകൂടി ആരെയും തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഞാൻ മാത്രമല്ല, ഇതൊക്കെ കേട്ടും കണ്ടും പലരും ഇതുപോലെ ഡിസ്റ്റർബായിട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും അനീതികളും ഒക്കെ എല്ലാ കാലത്തും ലോകത്തുണ്ടായിട്ടുണ്ട്. ഹിറ്റ്ലറെ പോലെയുള്ള ആളുകളൊക്കെ നമ്മുടെ മുന്നിലൂടെ തന്നെയല്ലേ കടന്നുപോയത്. ഇതെല്ലാം ആലോചിച്ച് ആകുലപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചെയ്യാവുന്നത് അത്രയും നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മളെ ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ, മറ്റൊരാളെ ഉപദ്രവിക്കാത്ത രീതിയിൽ ജീവിച്ചു പോവുക എന്നത് മാത്രമാണ്. കൺമുന്നിൽ കാണുന്ന അനീതികൾ മാത്രമേ നമുക്ക് എതിർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തവയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം തൽക്കാലം നമുക്കില്ല. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നൊരു കാലമാണ്. കാണാനും കേൾക്കാനും കഴിയുന്നൊരു സാഹചര്യമാണ്. അതിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് മനസ്സിലേക്ക് എടുക്കുക. അനാവശ്യമായിട്ടുള്ള സെർച്ചിങ്ങുകൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് മാനസികാരോഗ്യത്തിന് ഏറ്റവും നല്ലത്. പലപ്പോഴും കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ വായ്ത്തോരാതെ സംസാരിക്കാറുണ്ട്. പക്ഷേ വലിയവരുടെ അവസ്ഥ എന്താണ്? ഞാനടക്കമുള്ള പലവരുടെയും സ്ക്രീൻ ടൈം സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഞെട്ടിക്കുന്നൊരു സത്യം നമുക്ക് മനസ്സിലാക്കി തരും. ഈ 24 മണിക്കൂറിലേറെ നേരവും നമ്മൾ ഈ ഫോണിനകത്താണ് ഇരിക്കുന്നത്. മറ്റൊരു ദുരന്തത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് അത്തരം കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാം. നമുക്ക് ചുറ്റുമുള്ള പല മനോഹരമായ കാഴ്ചകളും കാണാം. സ്വസ്ഥതയും ശാന്തിയും ഒരു പരിധിവരെ നമുക്കുള്ളിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പ്രകൃതി അതിനുള്ള അവസരങ്ങൾ ഒരുപാട് നമുക്ക് ഏൽക്കുന്നുമുണ്ട്. അത് ഏറ്റവും ഭംഗിയായി തന്നെ നമുക്ക് ഉപയോഗിക്കാം.